കുറ്റ്യാടി മണ്ഡലത്തിൽ വ്യാപകമായി അനധികൃത വോട്ടുകൾ ചേർത്തതായി LDF മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന UDFന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും കുറ്റ്യാടി മണ്ഡലത്തിലെ അനധികൃതമായ വോട്ടുകൾ ചേർത്ത UDF നടപടികൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് തെളിവ് സഹിതം പരാതി നൽകിയതായും LDF നേതാക്കൾ പറഞ്ഞു. ഉച്ചയ്ക്ക് കുറ്റ്യാടി മണ്ഡലം UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ RDO ഓഫീസിന് മുമ്പിൽ നിന്ന് പത്രക്കാരോട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ യാതൊരു വസ്തുതകളുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയാൻ ശ്രമിച്ചത്. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് അവരുന്നയിച്ചത്. നാം മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPIM ഈ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ തിരുവനന്തപുരം മെയിലിലൂടെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി നമ്മുടെ കുറ്റ്യാടി ഇലക്ടറൽ ഓഫീസർക്കും കുറ്റ്യാടി നിയോജകമണ്ഡലം ഇലക്ടറൽ ഓഫീസർക്കും കൊടുക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത് മറ്റു പല സ്ഥലങ്ങളിൽ വോട്ടുള്ള, മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടില്ല, നാദാപുരം വടകര മണ്ഡലങ്ങൾ ഉൾപ്പെടെ വോട്ടുള്ള നിരവധിയായ ആളുകളെ കുറ്റ്യാടി മണ്ഡലത്തിലേക്ക് വോട്ട് ചേർത്തു എന്നുള്ളതാണ്. കുറ്റ്യാടി അസംബ്ലി മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിലും വോട്ടുള്ള ആളുകളെ ഈ മണ്ഡലത്തിൽ തന്നെ വോട്ട് ചേർത്തു. അങ്ങനെ 464 വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന ബൂത്ത് ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരാതിയാണ് സഖാവ് ഷൈജു, ഇപ്പോൾ LDFന്റെ കുറ്റ്യാടി അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ ഷൈജു കൊടുത്തത്. 42 ബൂത്തുകളിൽ ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ വസ്തുതകൾ സഹിതമാണ് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് SIRന്റെ പട്ടിക 2026 ജനുവരി 30 വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് 21/2/26 SIR ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 15 വരെയുള്ള അപേക്ഷകൾ ഫോറം 6, ഫോറം 6A, ഫോറം 7 ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പട്ടിക നാളെ കൊണ്ട് തന്നെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പോൾ സ്വാഭാവികമായി ഇപ്പം നമ്മൾ കൊടുത്ത ആക്ഷേപങ്ങൾ ഉൾപ്പെടെ BLOമാർ പരിശോധിച്ച്, വില്ലേജ് ഓഫീസർമാർ പരിശോധിച്ച് അത് ആബ്സെൻ്റ്, ഡെത്ത്, ഷിഫ്റ്റ് AST ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായും മാർക്കഡ് കോപ്പി നമ്മുടെ പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കുമ്പോൾ ഈ AST ലിസ്റ്റ് കൂടി കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായി AST ലിസ്റ്റിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക ഡിക്ലറേഷൻ വേണം. ASTൻ്റെ അതിൽ പ്രത്യേക ഒരു ആപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ ആരെയും വോട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആരെയും ഫോറം 7 ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഞങ്ങൾ. ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് സംബന്ധിച്ചും ഇലക്ഷൻ്റെ പ്രൊസീഡിങ്സിനെ സംബന്ധിച്ചും LDFന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ചുമ്മാ വെറുതെ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാനും അലങ്കോലപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ആരെയും 7 നമ്പർ ഫോറം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ ശേഷം ഡിലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണയോടുകൂടിയാണ് ഞങ്ങൾ പരാതിയൊക്കെ തന്നെ